എന്താ ഓടി വരുന്ന പശു ഓടി വരുന്നേണ്ട നോക്കിയാൽ നോക്കത്താത്ത ദൂരത്തിലാണ് ഇതിൻ്റെ പൊക്കമെന്ന് പറയുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം നമുക്കെല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. പരുന്തൻപാറ കാണാൻ വന്നതാണ്. പരുന്തൻപാറ മൊത്തവും മഞ്ഞ് അല്ലേ, കോട മൂടി കിടക്കുക. ഒരു വൈറ്റ് സ്ക്രീൻ എൻ്റെ താഴെ കുറച്ച് പോച്ച പോലെ ഉണ്ടല്ലേ. അതെ. അപ്പം അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് മൊട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. മൊട്ടക്കുന്നെന്ന് പറഞ്ഞാൽ മൊട്ട രൂപത്തിലുള്ള കുന്നുകൾ. അതിനകത്ത് അവിടെ വലിയ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുക. കാണാൻ നല്ലൊരു രസമുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ വാഗമൺ മെഡോസ് എന്നാണ് പറയുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ വലിയ മരങ്ങളൊന്നുമില്ല, എല്ലാം ഇങ്ങനെ പച്ചപ്പ് മാത്രം ആയിട്ട് കിടക്കുന്നത്. പിന്നെ പരവതാനിഗിരി അതുകൊണ്ട് അവിടുന്ന് ഒരു എന്താ ഓടി വരുന്ന പശു ഓടി വരുന്നേണ്ട. പശുവിനല്ലേ ഇത്? അയ്യോ, മഴ പെയ്യുന്നതുകൊണ്ട് ഓടി വരുവാന്ന് തോന്നുന്നു. അപ്പം മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ഞങ്ങളിനി സ്ഥലം കാലിയാക്കാൻ പോവാണ്. അടുത്ത സ്ഥലത്ത് കാണാൻ ഇനി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാഗമൺ, അതുപോലെ തന്നെ വാഗമൺ കുരിശുമലയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. നല്ലൊരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് വാഗമണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൈൻ വാലിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കൂടെ നമുക്കൊന്ന് കാണാം. ബസുവിൻ്റെ പപ്പയൊക്കെ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആണെന്നാണ്. അപ്പോൾ ആ കാഴ്ചയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്താ, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾ 2 കുടുംബവും കൂടെ ചേർന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഈ പൈൻ വാലി കാണാൻ പോകുന്ന വഴിയോര കാഴ്ചകളൊക്കെ കാണുന്നത് നല്ല രസമുണ്ട് കേട്ടോ. വഴിയോര കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ നമ്മളൊന്നും വാങ്ങുന്നതൊന്നുമില്ല, എങ്കിൽ തന്നെ കാണാൻ നല്ല രസമാണ്. കൊച്ചു കൊച്ചു ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം പൈൻ മരം, അതായത് കാറ്റാടി മരത്തിൻ്റെ ഒരു കൂട്ടമാണ് ഇവിടെ കാണുന്നത്. വാലി കൊള്ളാം. കൊള്ളാം. ഇഷ്ടം പോലെ ആൾക്കാരാണ് അല്ലേ, ഭയങ്കര തിരക്ക് ആൾക്കാർ. നമ്മൾ വാഗമൺ ചെന്നതിനേക്കാൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ അല്ലേ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ നല്ലൊരു നല്ലൊരു ക്ലൈമറ്റും പ്രകൃതി രമണീയമൊക്കെ ആയ ഒരു സ്ഥലമാണ്. ഏക്കർ കണക്കിന് ഇങ്ങനെ പൈൻമരം ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. നല്ല ഇങ്ങനെ നോക്കിയാൽ നോക്കത്താത്ത ദൂരത്തിലാണ് ഇതിൻ്റെ പൊക്കമെന്ന് പറയുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം നമുക്കെല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. അപ്പം ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ, നല്ല തട്ടുതട്ടായിട്ട് ഇങ്ങനെ മേളോട്ട് കിടക്കുകയാണ് ഈ പൈൻ വാലി എന്ന് പറയുന്നത് അല്ലേ. കാണാൻ നല്ല രസമുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരും ഇവിടെ വന്ന് പറയുന്നുണ്ട്. സാധാരണ നമ്മൾ പോയിടത്തൊന്നും ഇത്ര ആൾക്കാരെയൊന്നും കണ്ടില്ല. നല്ലൊരു പൈൻ ഫോറസ്റ്റ് എന്ന് തന്നെ പറയാം. കംപ്ലീറ്റ്ലി പൈൻ നട്ടുപിടിച്ച് അതിനെ പ്രിസർവ് ചെയ്യുന്നൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ മൂവീസിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും മരങ്ങൾ എന്തെങ്കിലും മുറിഞ്ഞാലും വീഴുവാണെങ്കിൽ തന്നെ അതൊന്നും ചെയ്യത്തില്ല, അവർ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അത് ഇവിടെ തന്നെ ഇട്ടേക്കും. അങ്ങനെ ആണ് കാര്യങ്ങൾ. പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ എൻട്രി എന്ന് പറയുന്നത് ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ്. ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതൽ. ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. കുറേ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നടന്ന് കാണാം, ആ ഒരു നാച്ചുറൽ ഭംഗി ആസ്വദിക്കാം. ഇതൊക്കെ തന്നെ. മരം ചുറ്റി ചുറ്റി ഇങ്ങനെ നടക്കാം അല്ലയോ. ഇവിടെയൊക്കെ ഇരുന്ന് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു ഇതാണ് അല്ലേ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ പുറകിലൊക്കെ ഇതുകൊണ്ട് ഇവിടെ കാര്യമായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ആസ്വദിച്ച് സെൽഫി എടുക്കുക. അതെ, വരുന്നെങ്കിൽ ഇങ്ങനെ വരണം, ഗ്രൂപ്പായിട്ട് വരണം. പൈൻമരത്തെയൊക്കെ പറ്റി നമ്മൾ പണ്ട് കേട്ടുള്ള കോട്ടയം ഡിക്റ്റേറ്റീവ് നോവലുകളിലായിരുന്നു. അത് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിപ്പെടുന്ന കാര്യമാണ്. പൈൻമരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് വീഴുന്നു, വീട്ട് ഇങ്ങനെയുള്ള ചടപടാന്നുള്ള അവരുടെ ഡയലോഗുകളൊക്കെയുള്ള ഭയങ്കര ഇതാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും പൈൻമരം എന്താണ് നമ്മുടെ കളനട്ടമാതിരി ഇഷ്ടം പോലെ കൊണ്ട് കുറേ ഇങ്ങനെ ഏക്കർ കണക്ക് നട്ടിട്ടിരിക്കാൻ തോന്നുന്നല്ലേ. അതെ, പൈൻമരത്തെ കുറിച്ച് അപ്പുറത്ത് മുട്ടക്കുന്നും ഇവിടെ പൈൻ വാലിയും ഉണ്ട്. അപ്പുറത്ത് മുട്ടക്കുന്ന്, ഇപ്പുറത്ത് പൈൻ. കാണാൻ ഒരുപാട് സംഭവമുണ്ട്. മുകളിലോട്ട് പോകാണ് അല്ലേ. പിന്നെ ഈ പരുത്തമ്പാറ പോകണം. അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. പിന്നെ തങ്ങൾപ്പാറ കാണാനുണ്ടായിരുന്നു, പക്ഷേ കാണാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഒരു ലേക്കുണ്ട്, ബോട്ട് സർവീസ് ഉണ്ട്, പക്ഷെ അതിനും പോകാൻ പറ്റിയില്ല, സമയമില്ല. അപ്പോൾ സമയപരിധി പോലെ പൈൻ ഫോറസ്റ്റിനോട് വിടാം. അങ്ങനെ നമ്മൾ പൈൻ മെഡോസിൽ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മെറിനും സുബിനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിള്ളേർ സെറ്റെല്ലാം ഒന്നിലോട്ട് കയറി. പപ്പമാരും മമ്മിമാരും ഫ്രണ്ടിൽ,
മറ്റേ കാറിലുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് അല്ലേ സുബി? നമുക്ക് ഇവിടെ ചായക്കട ഇട്ടാലോ മതി. അടിപൊളിയായിരിക്കും. കാരണം എനിക്കൊരു സ്വപ്നമുണ്ട്, ഇൻഫോ പാർക്കിന്റെ ഫ്രണ്ടിൽ ഒരു ചായക്കട. എനിക്കില്ല കേട്ടോ. ഇത് നല്ല ലാഭമാണ്, നല്ല ബിസിനസ്സാണ്, അടിപൊളി ബിസിനസ്സാ. വിചാരിക്കുന്ന പോലൊന്നുമല്ല, ലക്ഷങ്ങളാ അവിടുത്തെ ആൾക്കാരുണ്ടാക്കുന്നത്. നല്ല ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ചായക്കട, ബൂസ്റ്റർ ചായ, ചായവേല പോലൊക്കെയുള്ള ഒരു ചായക്കട. അല്ലാതെ തട്ടിക്കൂട്ട് സെറ്റപ്പ് അല്ല, ഇല്ലയോ? പിന്നെ അടിപൊളി, നല്ലൊരു ഐഡിയ ഇല്ലയോ? നല്ല വൈബൊക്കെ ഉള്ള പ്രീമിയം ആയിട്ടുള്ള വന്നിരിക്കാൻ പറ്റിയ. കാരണം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം അവിടെ. ഞങ്ങളുടെ ഏരിയയിലൊന്നുമേ അങ്ങനെയുള്ള ഇതില്ല, സാധാ കുഞ്ഞു തട്ടുകട മാത്രമേ ഉള്ളൂ, വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത. മറ്റേ നല്ല വൃത്തിയായിട്ട് നമുക്ക് നമ്മളെ ചങ്ങനാശ്ശേരിയൊക്കെ പോകുന്ന വഴിക്കൊക്കെ ബൈപ്പാസിൽ കാണത്തില്ല, അങ്ങനെ രീതിയിലുള്ള. എനിക്ക് തോന്നുന്നു അവിടുത്തെ വലിയ കടക്കാരൊക്കെ സമ്മതിക്കാത്തതായിരിക്കും. അവിടെ ആരെങ്കിലുമൊക്കെ പ്ലാനൊക്കെ ഇട്ടായിരിക്കും അങ്ങനെയൊക്കെ തുടങ്ങാൻ വേണ്ടി. അവിടെ അനുവദിക്കില്ലായിരിക്കും, കാരണം ആള് കൂടും. പക്ഷേ നല്ലൊരു ആശയമാണ്. അവിടെ ആകുമ്പോൾ ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾ IT പ്രൊഫഷണൽ ഓൾറെഡി നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് സമാധാനമായിട്ട് ചായ കുടിക്കാൻ എല്ലാരും വരും. നല്ല തട്ടുകടയാകുമ്പോൾ നമുക്ക് നിന്നോണ്ടൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു ഇച്ചിരി നല്ല ആംബിയൻസിൽ പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് കുടിക്കാനൊക്കെ നല്ല രസമാണ്. രണ്ടടിയന്മാരും തയ്യാറെടുപ്പിലാണ്. എന്നേലും പ്ലാനുണ്ട്. വെറൈറ്റി സാധനങ്ങളും കൊടുക്കണം. ചായക്കകത്ത് തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ടല്ലോ, ഇല്ലേ? പിന്നെ മസാല ചായ, ഏലക്ക ചായ, പിന്നെന്ത് കുറെ ഇല്ലേ? വെറൈറ്റീസ്, ചെറിയ ചെറിയ കടികളും. IT പ്രൊഫഷണൽസിനെക്കാട്ടിലും സമ്പാദിക്കുന്ന അവരൊക്കെ അല്ലയോ? പിന്നെ അല്ലയോ, സംശയമുണ്ടോ? ഒരു ദിവസം അവർക്ക് എന്ത് ഇതായിരിക്കും. വാടക കൊടുക്കണ്ട. വാടക എനിക്ക് തോന്നുന്നു ഗവൺമെന്റിനായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടി വരുമായിരിക്കും. കാരണം അല്ല, ഈ ബൂസ്റ്റർ ചായ അവരൊക്കെ എന്തായാലും കൊടുക്കേണ്ടി വരും, കാരണം റോഡ് സൈഡിൽ ഇരുന്ന് ചെയ്യുന്നുണ്ട്. നമുക്ക് വലിയൊരു ബ്രാൻഡായിട്ട് മാറും, ആണ് ഞങ്ങളുടെ സ്വപ്നം. ഈ വീഡിയോ നമ്മൾ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ് പദ്ധതി മാത്രം ഡിസ്കസ് ചെയ്യും. നമുക്ക് നമ്മുടെ വാഗമൺ കർഗത്തിലോട്ട് തിരിച്ചു. ഏലപ്പാറ കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് നല്ല മലയും കുന്നും, ഡേഞ്ചറസ് കർവ്സ്. കുട്ടിക്കാനം എത്തി. ഇനി പരുന്തുംപാറയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല റൂട്ടാണ്, നല്ല തണുപ്പും ചെറിയ കോടയൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം. ഞങ്ങൾ പരുത്തുംപാറ വന്നിട്ട് സ്ഥലം കാണുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാമെന്ന് കരുതി ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. പിന്നെ ലെമൺ ജ്യൂസ് കുടിച്ചു. കുറച്ച് പേര് ലെമൺ ജ്യൂസ്, കുറച്ച് പേര് ചായ, പിന്നെ നല്ല അടിപൊളി ബ്രെഡ് ഓംലെറ്റ്.
ഒന്ന് കഴിച്ചപ്പം പിന്നെ നമുക്ക് പിന്നെയും വാങ്ങിക്കണം തോന്നി. അങ്ങനെ പിന്നെ 2 പ്ലേറ്റും കൂടെ വാങ്ങിയത്. അങ്ങനെ 3 പ്ലേറ്റ് വാങ്ങിച്ച് നല്ല കാര്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. നല്ല സൂപ്പറാണ് കേട്ടോ. അങ്ങനൊന്നും ആയിട്ടില്ല. പരുന്തൻപാറ കാണാൻ വന്നതാണ്. പരുന്തൻപാറ മൊത്തവും മഞ്ഞ് അല്ലേ, കോട മൂടി കിടക്കുക. ഒരു വൈറ്റ് സ്ക്രീൻ എൻ്റെ താഴെ കുറച്ച് പോച്ച പോലെ ഉണ്ടല്ലേ. അതെ, ഒന്നുമില്ല കാണാൻ, ആ മഞ്ഞ് ഇങ്ങനെ മൊത്തം മഞ്ഞാണ്. അതും ഒരു രസം. വൈകുന്നേരം ആയതുകൊണ്ട് അതെ, സമയത്ത് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയില്ലേ. ക്ഷീണമൊന്നുമില്ല അതുകൊണ്ടല്ലേ. നല്ലൊരു തണുപ്പ്. നോർത്തിലൊക്കെ നിൽക്കുന്ന അതേ ഒരു ഫീൽ അല്ലേ. ആ, അപ്പോൾ ഈ പരുന്തൻപാറയിൽ നല്ലൊരു ഗർത്തമാണ്, നല്ലൊരു കുഴിയാണ്. അപ്പോൾ ആ കുഴിയിലോട്ടൊന്നും ആരും വീണ് പോകാതിരിക്കാനായിട്ട് ഇവിടെ എല്ലാം നല്ലതുപോലെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഇരുമ്പ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ആരും അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും അങ്ങോട്ട് വീണ് പോകാനുള്ള സംരക്ഷണത്തിനായിട്ടാണ് കവചം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പരുന്തൻപാറയിൽ വന്നിട്ട് നമ്മൾ എന്തൊക്കെയോ കാണാനായിട്ടാണ് വന്നത്. പക്ഷേ എങ്ങോട്ട് നോക്കിയാലും നല്ല കോടമഞ്ഞാണ് കേട്ടോ. നമുക്ക് ഒന്നും കാണാനില്ല, മൊത്തം മഞ്ഞ്. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. മഞ്ഞൊക്കെ കുറച്ച് താഴാൻ തുടങ്ങിയെന്ന് തോന്നല്ലേ ഈ സൈഡിൽ. അപ്പം നമുക്ക് താഴോട്ട് പോയിട്ട് കുറച്ച് നേരം ഉണ്ടല്ലോ അവിടെ പോയി ഇരിക്കാം. ഇവിടെ പപ്പയും സുവിൻ്റെ മമ്മിയൊക്കെ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്കൂടെ പോയിട്ടിരിക്കാം. വരണേ. ഒരു സ്ഥലവും നമ്മൾ വെറുതെ കളയരുതല്ലേ, എല്ലാം ആസ്വദിച്ച് പോകാം. ആസ്വദിച്ച് കൂടെ നിൽക്കാം. നല്ല കോടയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോൾ എല്ലാ സൈഡും വെളുത്തിരിക്കും, ഒന്നും കാണുന്നില്ല. ഇനി എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല, ആ രീതിയിൽ നിൽക്കുവാണ്. മിക്കവാറും ഇനിയിപ്പോൾ കോട കുറയാൻ ചാൻസ് കുറവായിരിക്കും അല്ലേ. രാത്രിയായില്ല. നല്ല രസമുണ്ട്, നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് മേളിലോട്ടൊക്കെ നടക്കാനുണ്ട്, താഴോട്ട് നടക്കാനുണ്ട്, കുറച്ചുകൂടെ സ്ഥലം കാണാനുണ്ട്. രാത്രി ആയി, എന്ത് ചെയ്യും. ഞങ്ങള് ബ്രെഡ് ഓംലെറ്റ് ഒക്കെ തിന്ന് ആസ്വദിച്ചങ്ങിരുന്നു പോയി. നല്ല ഓംലെറ്റ് ആയിരുന്നു. പിന്നെ എല്ലാം കൊള്ളായിരുന്നു. എല്ലാം കഴിച്ചത് ഒട്ടും ശരിയായി. അതുകൊണ്ട് വാഗമൺ പോയ ഭക്ഷണം നമുക്ക് അത്ര പിടിച്ചില്ല ആർക്കും. കൊള്ളായിരുന്നു. ശോഭനം ട്രിപ്പ്. പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും വാഗമണ്ണൊന്നും മൊത്തം കറങ്ങാൻ പറ്റില്ല അല്ലേ. കുറേ ഉണ്ട് ഇനി, മറ്റേ ബോട്ടിങ്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് ഒക്കെ വന്ന് കാണാനുണ്ടെങ്കിൽ കുറേ സ്ഥലങ്ങൾ ഇവിടെയൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ സമയപരിമിതി കൊണ്ട് എന്താ നമുക്ക് നിർത്തുക. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എൻഡ് ചെയ്യാം ഇന്നത്തെ വ്ളോഗ്. എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇനി ഇനിയിപ്പോൾ നമ്മൾ എടുത്താലും ഒന്നും കാണൂല വിഷ്വൽസ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഞങ്ങളെല്ലാവരും ബൈ.